ആശാ വർക്കേഴ്സിന്റെ സമരം 25-ാം ദിവസം. കൂടുതൽ സംഘടനകൾ ഇന്ന് പിന്തുണയുമായി സമരപന്തലിലെത്തും. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് സമരക്കാർ. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ആശാ വർക്കേഴ്സിന്റെ സമരം അത് 25-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നും കഴിഞ്ഞ ദിവസവും നമ്മൾ സമരത്തിന്റെ ശക്തി കണ്ടതാണ്. എന്തായാലും ഇന്ന് രാവിലെ ഇപ്പോൾ കുറച്ചുപേരെ ഇവിടെ ഉള്ളൂ, കാരണം അവർ രാവിലെ എത്തി ഭക്ഷണമെല്ലാം കഴിക്കാൻ പോയി. രാപ്പകൽ സമരമാണ് തുടരുന്നത്. പക്ഷേ രാവിലെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കെല്ലാം പോയതാണ്. എന്തായാലും സമരവുമായി മുന്നോട്ട് തന്നെയാണ്. സമരം മാറ്റാൻ അല്ലെങ്കിൽ സമരം പൊളിക്കാൻ നിരവധി പ്രചാരണങ്ങളും നിരവധി ഇടപെടലുകളും നടക്കുമ്പോഴും സമരവുമായി മുന്നോട്ട് പോവുകയാണ് ആശാ വർക്കേഴ്സ്. നാളെ ഒരു സ്ത്രീകളുടെ മഹാസംഗമം നടത്താനുള്ള ഒരു തീരുമാനവുമുണ്ട്. എങ്ങനെയാണ് സമരം മുന്നോട്ട് ശക്തമായി തന്നെ പോകുമല്ലേ? ശക്തമായിട്ട് തന്നെ പോകും, ഉറപ്പായിട്ടും. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത് സിക്കിമിലടക്കം ഈ തുകയില്ല, അതിനുശേഷം വീണ്ടും ചില രേഖകളെല്ലാം പുറത്തു വരുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എല്ലായിടത്തും ഉണ്ട്. സിക്കിമിലൊക്കെ 10,000 രൂപയായി. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങൾ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് വേതനം കൂട്ടിത്തരേണ്ടതാണ്. ഇവിടുത്തെ എല്ലാ സാധനങ്ങളുടെ വില വർധനവും എല്ലാം കൊണ്ട് നമുക്ക് കൂട്ടിത്തരേണ്ടത് തന്നെയാണ്. ഈ സമരത്തിൻ്റെ ഒരു ഭാവി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും? ഞങ്ങൾ 8-ാം തീയതി സാർവദേശീയ വനിതാ ദിനമാണല്ലോ. 100 വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾ ഇറങ്ങി തെരുവിലിറങ്ങി അവകാശങ്ങൾ നേടിയെടുത്ത ദിനം, അതിൻ്റെ ഓർമ്മ ദിനമാണ് മാർച്ച് 8. ഇവിടെയും അനിതര സാധാരണമായൊരു സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി സ്ത്രീകൾ 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ വലിയൊരു പങ്കാളിത്തത്തോടു കൂടി നമ്മൾ ഇന്നുവരെ നമ്മുടെ ഈ സമര സ്ഥലത്തെത്തിയ വനിതാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാം അന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം 8-ാം തീയതി കഴിഞ്ഞിട്ട്. ഈ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സച്ചിദാനന്ദനെ അടക്കം പിന്തുണ കിട്ടി എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം കേരളം സമൂഹം ഇന്ന് ഒറ്റക്കെട്ടായി ഈ സമരത്തോടൊപ്പമാണ്. ഇവിടെ ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ഞാൻ കുറച്ച് മുന്തിരിങ്ങ കൂടെ എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം ഇവിടെ ഒരു ചെറിയ ഈ ഫോറം ഫില്ല് ചെയ്യുന്ന ഇതുണ്ടല്ലോ, അങ്ങനെ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞ് ഞങ്ങളെല്ലാവരും, ഞാൻ ഇടതുപക്ഷ വിശ്വാസിയാണ്, പക്ഷെ ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മേലേക്കിടയിലുള്ള ആളുകൾ മുഴുവൻ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന മനുഷ്യർ വരെ ഈ സമരം വിജയിക്കണമെന്ന് ആശാവർക്കർമാർ മാത്രമല്ല, ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. അപ്പോൾ പൊതുസമൂഹം ഒന്നടങ്കം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് മുഖം തിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത്. ഇനി വരും ദിവസങ്ങളിലൊന്നും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയൊന്നുമില്ല, കാരണം CPM നേതൃത്വം എല്ലാം സമ്മേളനത്തിലാണ്. എന്തായാലും അതിനുശേഷമുള്ള ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയെല്ലാം ഇവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.